വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ. ഇന്ന് എൻ്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുന്നത് എന്നാണ്. പിന്നെ ആദ്യമായി നമ്മൾ പത്തിരി പൊടി തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. ഞാൻ നെയ്പത്തിരിയും കോഴി വറുത്ത കോമ്പിനേഷൻ റെസിപ്പി ഇട്ടതിന് ശേഷം എന്നോട് 2-3 ആൾക്കാർ എങ്ങനെയാണ് പത്തിരിപ്പൊടി ഏത് അരിയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 6 ബോധന, അതാണ് ഞാൻ പത്തിരിക്ക് പൊടിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന അരി. അതുപോലെ അതിൻ്റെ കൂടെ പച്ചരിയും, പിന്നെ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 6 ബോധനയും റേഷൻ കടയിലെ അരിയും പുഴുക്കലരിയും നമുക്ക് 50-50 ആയിട്ട് എടുക്കാം. എന്നിട്ട് ആ ഒരു കണക്കിലാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ 4 കിലോ പുഴുക്കലരി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 1 കിലോ പച്ചരി വേണം. ഈ 4 കിലോ പുഴുക്കലരിയും 1 കിലോ പച്ചരിയും നമ്മൾ നന്നായി കഴുകി ഉണക്കിയിട്ടാണ് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചു കൊണ്ടുവരുന്നത്. ചില ആൾക്കാർ പിന്നെ പത്തിരി ചുടുന്നത് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചിട്ട് ചുടുന്നത് കാണാം. പക്ഷേ നമ്മുടെ ഈ അരി അങ്ങനെയൊന്നും ചുടണ്ട, ചൂടുവെള്ളത്തിലൊന്നും കുഴക്കണ്ട. സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുത്ത് നല്ല നൈസായ പത്തിരി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഇത് കുഴക്കാൻ ആവശ്യമായ വെള്ളവും വേണം. ഇത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പത്തിരി പൗഡർ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരയിൽ ഇതിന് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ കുഴച്ച മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് 10 ഉണ്ട കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെറുതോ വലുതോ എന്തോ ആക്കാം. സൈസൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് പ്രസ്സിലേക്ക് വെക്കേണ്ട ആ ഒരു ഷീറ്റ് അതെങ്ങനെ മുറിച്ചെടുക്കുന്നതെന്ന് കൂടി ഞാനിതിൽ കാണിച്ചു തരികയാണ്. നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. സെയിം ഇതേപോലെ നടക്കുന്ന ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി ഇതൊരു ത്രികോണ ഷേപ്പിലേക്കൊന്ന് മടക്കുക. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കത്രിക എടുത്ത് അതിനിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടാൽ അതിങ്ങനെ ഒരു ഇതായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിന് ഷേപ്പ് എന്തെങ്കിലും കുറച്ച് ഇതായിട്ടുണ്ടെങ്കിൽ സാരമില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതേപോലെ വെച്ചിട്ട് ഒന്നും കൂടി റൗണ്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് അത് കിട്ടും. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായി നൈസായിട്ട് പരത്തി കിട്ടാനും ഈ പ്ലാസ്റ്റിക് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ നമുക്കിതൊന്ന് അമർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നേർന്നയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി തവയിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ പ്രസ് ചെയ്ത പത്തിരി നമുക്ക് തവയിലേക്ക് ഇടാം. കണ്ടോ, അത് എണ്ണ പുരട്ടിയതുകൊണ്ട് നന്നായി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് മറിച്ചിടാം. പത്തിരി റെഡിയായി കഴിഞ്ഞാൽ ഈ ഒരു അടിയിലൊരു കരിവരുപ്പ് ശബ്ദം ഉണ്ടാവും നമ്മളിങ്ങനെ നീക്കുന്ന സമയം. അപ്പോൾ നമ്മുടെ പത്തിരി റെഡിയായി എന്നാണ്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാം. നമ്മുടെ പത്തിരി നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരൊക്കെ ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ നൈസ് പത്തിരി റെഡി ആയിട്ടുണ്ട്. കണ്ട നന്നായിട്ട് നൈസായിട്ട് വന്നിട്ടുണ്ട് ഈ പത്തിരി. നമുക്ക് എത്ര എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. ചൂടുവെള്ളമോ അങ്ങനെയുള്ളതൊന്നും കുഴച്ച് നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറന്ന സമയത്ത് വീട്ടമ്മമാർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന പത്തിരി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.